ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിക്കായിട്ടുള്ള നല്ല അടിപൊളി ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇനിയിപ്പോൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് പാട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ആ തേങ്ങ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ എന്താ പറയുക വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യം ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളക് നമുക്ക് ഈ ഒരു പച്ചമുളകും തേങ്ങയും ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് കാബേജ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ മുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ടെടുത്തതിന് ശേഷം ഞാനിതാ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാറ്റി വെച്ചിൽ നിന്ന് കൂടുതലുള്ള തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ഉപ്പേരികളാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഒരുപാടില്ല, എന്നാലും കുറച്ച് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് അരിയുന്ന രൂപത്തിലാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 1/4 ഭാഗത്തോളം ഞാനൊരു ക്യാബേജിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തേങ്ങ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ക്യാബേജ് ഈ ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആയിട്ട് മാറും. അപ്പോൾ അത്രയും വരെ ഞാൻ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാബേജ് തോരന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിതാ കുറച്ച് ബീട്രൂട്ട് കുറച്ചധികം വലിപ്പത്തിൽ, എന്നാലും ഒരു മീഡിയം സൈസിൽ കേട്ടോ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാതും നമ്മൾ ഈ ഒരു ഉപ്പേരികൾ മൊത്തത്തിലെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതിൻ്റെ ശേഷമാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്താൽ നമുക്കിത് വേഗത്തിൽ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് ഞാനിതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ മൊത്തത്തിൽ ഒരിക്കലും അരിയരുത്. മൊത്തത്തിൽ അരിയാത്ത രീതിയിലാണ് നമുക്ക് ഈ ഒരു ബീട്രൂട്ട് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ളൊരു ബീട്രൂട്ട് തോരനും കൂടെയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണിത്. അപ്പോൾ കഴിക്കാത്തതിന് വേണ്ടി കഴിച്ച് പോകട്ടെ, അത്രയും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാനൊരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബീട്രൂട്ടൊക്കെയുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നിങ്ങളൊന്നും ബീട്രൂട്ട് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരൻ തന്നെ ആയിരിക്കട്ടെ ഇത്. അപ്പോൾ ഇതാ ഇതും അവിടെ റെഡി ആയി, അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ മാങ്ങ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പച്ച മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. അതിനിപ്പോൾ മാങ്ങയുടെ തോല് മൊത്തത്തിൽ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ ചെറുതാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജാറിലേക്ക്. അപ്പോൾ നമ്മൾ പൊതിച്ചോറിലേക്കുള്ളൊരു ചമ്മന്തി ഒരു മാങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു രീതിയിലാണ് ഈ ഒരു മാങ്ങ ചമ്മന്തി കാണിക്കുന്നത്. അതിനിപ്പോൾ മാങ്ങ മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് കട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ നമ്മൾ മാറ്റി വെച്ച തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ, വളരെ കുറച്ച് തേങ്ങ മാത്രം മതി. ഇനിയിപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമാണ് ഈ ഒരു ചമ്മന്തിയിലേക്ക് നമ്മൾ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അരയേണ്ട, ചെറുതായിട്ടുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാബേജും കൂടിയും ചേർത്തിട്ടുള്ള ആ ഒരു ചമ്മന്തി ഇല്ലേ, അപ്പോൾ അതും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ തേങ്ങ ഒക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതും ഉപ്പും ഒക്കെ കൂടി മിക്സ് ആക്കും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും, എന്നിട്ടാണ് വേവിക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉപ്പ് എല്ലായിടത്തും റെഡി ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിതാ ഒരു പാന് അടുപ്പത്ത് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിക്ക് വേവിക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് വേവിക്കുക. അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ വേവാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് വെള്ളം തീരും ചേർക്കാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരുപാട് വേവാവുന്ന പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാബേജ് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാബേജ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ പച്ചക്കറി ഞാൻ അധികം വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാറ്, ചെറിയ തീയിലിട്ടിട്ട് വേവിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാബേജ് തോരൻ നല്ല ടേസ്റ്റുള്ള തോരനാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ എടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ബാക്കി കൂടി ചെയ്യാം കേട്ടോ. ഇത് ഒറ്റൊന്ന് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഒന്ന് വേഗത്തിൽ റെഡിയാക്കി വെക്കും കേട്ടോ. അങ്ങനെ അന്ന ദിവസങ്ങളിൽ വേഗത്തിൽ പണികൾ കഴിയാറുണ്ട്. അപ്പോൾ ഒന്ന് മാത്രം വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മറ്റേ അടുപ്പത്ത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് കൂടി ചേർക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങില്ലേ, അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉരുളക്കിഴങ്ങ് തോരൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതും ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമുക്ക് വേവാക്കിയിട്ടെടുക്കാം. ഞാനൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ കാബേജ് തോരനും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് തോരനും രണ്ടും അവിടെ വേവാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് എടുത്തതിൻ്റെ ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തോരനിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാബേജിൻ്റെ ഇതിൽ തീരും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാബേജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് തോരനും അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് തോരനും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം നമുക്കിനി എന്താ പറയുക, ബീട്രൂട്ട് തോരന് കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊന്നും ഞാനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട്, അപ്പോൾ ഉപ്പും അല്ലാതെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുകയാണ്. ചെറിയ തീയിലിരുന്നിട്ട് തന്നെ ഇതും വേവായിട്ട് കിട്ടണം. അതിൻ്റെ ഇടയിൽ മീനൊക്കെ അവിടെ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മീൻ എന്താ പറയുക, മസാലയൊക്കെ റെഡിയാക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ മീൻ ആദ്യം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മസാലയും അതുപോലെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് ആകെ ചെയ്യാനുള്ളത് കോഴിമുട്ടൊന്ന് ഓംലെറ്റ് ചെയ്തെടുക്കാം. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ മീനും ബീട്രൂട്ടും റെഡിയായ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ബീട്രൂട്ടും ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വെള്ളം എന്ന് കാര്യമായിട്ട് പറയാനില്ല, എന്നാലും അതിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റി നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ ബീട്രൂട്ടും വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ ഞാൻ ഒന്നുകൂടിയും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഞാൻ മറിച്ചിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ടാണ് മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു വേറൊരു കളർ കിട്ടുമല്ലോ, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുള്ള ഒരു കളറ്, മൊത്തത്തിൽ കരിയരുത്. അപ്പോൾ മീനിൻ്റെ ടേസ്റ്റ് പോവും. ചെറുതായിട്ട് എന്നാൽ മസാല അതിലുള്ള രൂപത്തിൽ കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് മീൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാനിത് കുറച്ച് വലിയ ഉള്ളി ഉണ്ടല്ലോ, കുറച്ചെടുത്തിട്ടുള്ളൂ, അതൊന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊതിച്ചോറിലേക്കുള്ള കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, വേഗത്തിൽ ഉപ്പ് കയറും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തീ കൂടിയത് കൊണ്ടിട്ടാണ് ഇത് എനിക്കിത് ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ അത് മൊത്തത്തിലൊന്ന് വേവായിപ്പോയി. ഇപ്പോഴത്തെ കൂട്ടാനും കാര്യങ്ങളും എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാട്ടി വെച്ചിട്ടുള്ള വാഴയുടെ ഇലയിലേക്ക് ആദ്യം തന്നെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ആ ഒരു തോരനാണ് ഫസ്റ്റിലിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ കാബേജ് തോരന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടാനൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ഇപ്പോൾ ബീട്രൂട്ട് തോരന് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഒരു രീതിയിൽ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത്. അതിനിപ്പോൾ നമ്മുടെ ആ ഒരു മാങ്ങ ചമ്മന്തി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മാങ്ങ അച്ചാർ കൂടി ചേർക്കാണ്. നടുവിലായിട്ടാണ് മാങ്ങ അച്ചാർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഓംലെറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇല ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാനെന്താ ഇതുപോലെയാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ, പിന്നെ മറ്റേ സൈഡിൽ നിന്ന് അങ്ങനെ ആയിട്ടാണ് മടക്കി കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ നല്ല രസമായിട്ട് തന്നെ മടക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ വാഴയുടെ നാര് വെച്ചിട്ട് തന്നെ ഞാനത് കെട്ടി വെക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഓർഡറിൽ തന്നെ നമുക്ക് മടക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഞാനൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചെറിയ മോനുമാണ് ഉള്ളത്. അപ്പോൾ മൂത്താൾ ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ അത് തുറക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ഒരു സ്മെല്ല് കേട്ടോ, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്, വായിലേക്ക് വെള്ളം ഊറുന്ന രീതിയിൽ. ഒന്നാമത് നമ്മുടെ വാട്ടിയൊരു ഇല നമ്മളിത് കഴിക്കുന്ന സമയത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സ്മെല്ല് വേറൊരു രീതി തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടാനും സൂപ്പറായിരുന്നു കേട്ടോ, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഉരുളക്കിഴങ്ങ് തോരനായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ അത് കഴിക്കണം. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ബീട്രൂട്ടിൽ ഞാൻ കുറച്ചധികം തന്നെ എരി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് എരിവിൽ വേണം ഭക്ഷണങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ഉപ്പേരിയായിരുന്നു.
അപ്പോൾ ദാ ഞാനത് മൊത്തത്തിൽ ഇങ്ങനെ കുഴച്ച് എടുത്തിട്ടാണ് കേട്ടോ ഭക്ഷണം ചോറ് തിന്നുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പൊതിച്ചോറ് ഒരു സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ദാ എല്ലാതും കഴിച്ചൊക്കെ തീർന്നു, നമ്മുടെ ഇല മാത്രം ബാക്കിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെയൊക്കെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്കും ഷെയറും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്, നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.